നിനക്കൊരു മൈൻഡ് ഇല്ലാത്തത് തന്നെ? എന്റെ പൊന്നണി, നിനക്ക് സുഖല്ലടാ. ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലൂടാ നീ. ആ, അത് ഞാൻ മെലിയും ഭയങ്കരമായിട്ട്. നിന്റെ കൂടെയൊക്കെ ഇരിക്കുന്നേ, എന്റെ കൂടെ നീയല്ലേ തിന്നുന്നേ, അപ്പൊ പിന്നെ മെലിയാതിരിക്കോ? എന്തടി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എടാ മഹാബാബി, എന്റെ കൂടെ നീ തിന്നിട്ട് നീ എന്നെ പറയുന്നോ? അതാണടി മോളെ നിന്റെ അനിയൻ. പോടാ ചക്ക. അയ്യേ, ഇതെന്ത് കളിയടമ്മണ്ടാ നിന്റെ? നീ എൻ്റെ ഈ കളി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്തൊക്കെ സ്റ്റെപ്പ് അറിയാന്ന് വെച്ചിട്ടാ? അമ്മയുടെ മുന്നിൽ നിന്ന് ഇതേ സ്റ്റെപ്പ് കളിക്കണേട്ടാ, എന്നാലേ നിനക്ക് നല്ലൊരു ചവിട്ട് കിട്ടുള്ളൂ. ഓ പിന്നെ അമ്മയെന്ന് എന്നെ ചവിട്ടില്ല, നിനക്കെന്നെ കിട്ടുക. നീയല്ലേ മൂത്തത്, എല്ലാത്തിനും നിനക്ക് മാത്രം. അത് സാരല്ല, അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുന്നതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലോണം കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി. അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് 10 അടി കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ചെറിയ വേദനയുള്ളൂ ആ അടി. പക്ഷെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുന്നതോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് 2 or 3 അടി നിനക്ക് കിട്ടുന്നുണ്ടെങ്കിലേ അത് നല്ല വേദനയില്ല, അങ്ങനെ തന്നെ വേണം. അതിൻ്റെ പകുതി പോലും ഇല്ല അമ്മ എന്നെ തല്ലുന്നത്. അപ്പോഴോ അച്ഛൻ തല്ലുന്ന ഒരു തല്ലിലേ നീ മൂത്രമൊഴിക്കണു. പിന്നെയല്ലേ അമ്മ എന്നെ 10 അടി അടിച്ചാലും ഞാൻ മൂത്രമൊഴിക്കണില്ല. അതാണ് അച്ഛൻ്റെ അമ്മൻ്റെ അടിയുടെ വ്യത്യാസം, മനസ്സിലായ? എടീ, നീ ഓവർ ആവുന്നുണ്ട്. നീ പോടാ പ്രാന്ത. നീ പോടി പ്രാന്തച്ചി. വല്ല പന്നി നക്കിയ മാതിരി മുടീനി ഇതെങ്ങനെ നീളം വെപ്പിച്ചിട്ട് അവൻ നടക്കാണ്. നീ വല്ലാണ്ട് പറയുന്നുണ്ട്. എടി പ്രാന്തച്ചി, എന്റെ മുടിന് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഉറങ്ങിക്കിടക്കുമ്പോ നിന്റെ ഈ മുടിനെ ഞാൻ മൊട്ടയടിച്ചു വിടും. ഓ പിന്നെ മൊട്ടയടിച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കും. അച്ഛൻ നിന്നെ തല്ലി കൊല്ലൂടാ പോട്ടാ. ആ, നമുക്ക് നോക്കാം. ഇന്ന് നീ ഉറങ്ങിക്കിടക്കുമ്പോ നിന്റെ തലയിൽ ഒരു മുടി പോലും ഉണ്ടാവില്ലടി. എങ്കിൽ നമുക്ക് നോക്കാം. ഓ, അവൾക്ക് കുറച്ച് മുടി കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ മുടിനെ പന്നി നക്കിയ മുടിയാക്കിയ നീ? എടി, എൻ്റെ ഇതേപോലത്തെ മുടി സ്പൈക്ക് മാതിരി ആക്കാൻ വേണ്ടിയിട്ടേ ചില കുട്ടികളുടെ കയ്യിൽ പൈസ അല്ലാണ്ട് അവർ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അതറിയൂടി നിനക്ക്? അതുകൾക്ക് വട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നിന്റെയൊക്കെ ഈ കോല് മാതിരത്തെ മുടി കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമോ? ഓ, അവൻ്റെ ഒരു ചീന കോമഡി. ഈ മുടി കണ്ടിട്ടാണോടാ, ഈ പന്നി നക്കിയ പോലത്തെ മുടി കണ്ടിട്ടാണോടാ ആളുകൾ നിന്നെ പോലെ മുടിയാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നേ? ഒന്ന് പോട ചക്ക. വേറെ ആരോടെങ്കിലും പറയടാ നിന്റെ വളിൻ്റെ കോമഡി. എടി എടി, മിണ്ടാതിരുന്നോ? വേണ്ട, എന്നോട് നീ കളിക്കണ്ട. എൻ്റെ കൂട്ടുകാരെ വിട്ട് നിന്നെ ഞാൻ തല്ലിക്കും. ഓ പിന്നെ നിന്നെ പോലത്തെ ഇത്ര പോന്ന ഉള്ളി പീസുകളല്ലേ നിന്റെ കൂട്ടുകാരന്മാര്. എൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ച ഒരാൾ മതി നിന്റെ 3 കൂട്ടുകാരന്മാരെയും തല്ലിച്ചതക്കാൻ. എടി ചേച്ചി പ്രാന്തി, എൻ്റെ കൂട്ടുകാരന്മാരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോൻ തന്നെ ഞാൻ അടിച്ച് പൊളിക്കും. ഓ പിന്നെ നീ എന്നെ അടിക്കാൻ വരുമ്പോൾ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോയിരിക്കുകയാണല്ലോ. ഒന്ന് പോടാ ഉണ്ടപ്പക്രു. ഉണ്ടപ്പക്രു നിന്റെ പറയണില്ലേ, ഞാൻ മിണ്ടാതെ പോയിക്കോ. ആ, ഉണ്ടപ്പക്രു നിന്റെ ബാക്കി നിർത്തില്ലേ, ഞാൻ പറഞ്ഞുതരാം. ഉണ്ടപ്പക്രു എൻ്റെ അനിയൻ, അതായത് നീ. അയ്യോ, നാണം കെട്ടി ശശിയായോ? പോട്ടെ പോട്ടെ, സാരല്ല, പോയി തിന്ന് പോയിട്ട്. ഇതാ അവിടെ എൻ്റെ ഭക്ഷണം കൂടെ അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട്. ഒന്ന് പോടി അവിടുന്നേ. എനിക്ക് വിശന്നാല് തിന്നാനേ നീ പറഞ്ഞിട്ട് വേണ്ട നിന്റെ പ്ലേറ്റിത്തും കൂടെ എടുക്കാൻ. എനിക്കറിയാം നിന്റെ പ്ലേറ്റിത്തും കൂടെ മാന്തി തിന്നാൻ. ഓ ശരി, നാറി ചമ്മിരിക്കല്ലേ, പോയി തിന്ന്, പോയി വയറ് നിറച്ച് തിന്ന്. വേണമെങ്കിൽ അമ്മയുടെ കൂടെ തിന്നോ, ചട്ടിയിലും കുറച്ച് ചോറുണ്ടാവും, അച്ഛന് വെച്ചതായിരിക്കും, അതും കൂടെ തിന്ന്. മണ്ടൻ, ഇന്ന് മുഴുവൻ ശശിയാവലാണ് എനിക്ക് പണി. പോടി പ്രാന്തച്ചി. ഓ ശരി അനിയ, ഓ ശരി, പോയി തിന്ന്, പോയി തിന്ന്. ഞാൻ കാണിച്ചു തരാടി നിനക്ക്. ഓ ശരി കേട്ടോ.